ഹായ് കൂട്ടുകാരെ, വീട്ടിൽ തന്നെ എങ്ങനെ ചൂടായിട്ടുള്ള പോപ്കോൺ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് കാണിക്കുന്നത്. അതിന് നമുക്ക് ചോളം മേടിക്കണം. ഒരു കടയിൽ നിന്ന് കോൺ ലൂസായിട്ട് അവൈലബിൾ ആണ്. വലിയ വിലയൊന്നുമില്ല. ഒരു 1/4 കിലോ, ഒരു 30 റുപ്പീസൊക്കെ ആകത്തുള്ളൂ. അത് മേടിക്കുക. ഒരു പിടി ചോളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കുക്കർ നിറച്ച്, ഒരു 2 ലിറ്റർ കുക്കറിൽ നിറച്ച് ഉണ്ടാക്കാൻ പറ്റും. ആദ്യം കുക്കർ ചൂടായതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്ന ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമുക്ക് ഈ ചോളം എല്ലാം കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരും. ആ സമയമാകുമ്പോഴേക്കാണ് ഈ കോണെല്ലാം പൊട്ടിത്തുടങ്ങുന്നത്. ഇത് കണ്ടോ, കോണെല്ലാം പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അടച്ച് വെക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. ആ സമയത്ത് നമുക്ക് ഒരടപ്പ് കൊണ്ട് അടച്ച് വെക്കാം. ഒന്നുകിൽ കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് തന്നെ തിരിച്ച് അടച്ച് വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരു അടപ്പ് കൊണ്ട് അടയ്ക്കുക. ഞാനിങ്ങനെ പോപ്കോൺ പൊട്ടുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു അടപ്പ് കൊണ്ട് അടച്ചത്. ഇങ്ങനെ പൊട്ടി തെറിക്കുന്നതാണ്, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. നമ്മുടെ ഒരു 1-2 മിനിറ്റ് കൊണ്ട് ഇതിനകത്തിട്ടിരിക്കുന്ന ചോളം മുഴുവൻ നമുക്ക് പൊട്ടിക്കിട്ടും. നല്ല സോൾട്ടി ആയിട്ടുള്ള നല്ലൊരു പോപ്കോൺ നമുക്ക് കഴിക്കാൻ പറ്റും. ഇതുകൊണ്ട് തന്നെ നമുക്ക് സ്വീറ്റ് ക്യാരമൽ പോപ്കോൺ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് കണ്ടോ, ഇതെല്ലാം പിന്നെ ഉടനെ തുറന്നാൽ ബാക്കി കിടക്കുന്നതും കൂടെ പൊട്ടി ഇങ്ങനെ വെളിയിലേക്കൊക്കെ പോകും. അതുകൊണ്ട് ഇത് നിന്നതിന് ശേഷം മാത്രം നമ്മൾ തുറന്നെടുത്താൽ മതി. പിന്നെ ഇത് റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. നമുക്ക് വീട്ടിൽ തന്നെ നിമിഷ നേരം കൊണ്ട് ചൂട് പോപ്കോൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വലിയ ചിലവൊന്നുമില്ല, ഈസിയാണ്, ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ സ്നാക്സ് സമയത്ത് ഉണ്ടാക്കി കൊടുക്കാം. ട്രൈ ചെയ്ത് നോക്കുകയും ഈ ചാനലൊന്ന് സബ് ചെയ്യുകയും ചെയ്യും.